Hello everyone, welcome to Epic Learning, and this is the second video of and second part of Aristotle's Poetics and Theory of his Tragedy. The first part we discussed some introduction regarding Aristotle and the Poetics. ഇപ്പോൾ പോയറ്റിക്സിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളൊക്കെ പറഞ്ഞിട്ട് ഇനി നമ്മൾ ട്രാജഡിയെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ വീഡിയോ ഓൺ നേച്ചർ ഓഫ് ട്രാജഡി. സോ എന്താണ് ട്രാജഡി എന്നതിനെ കുറിച്ചൊരു ഡെഫിനേഷൻ ഓൾറെഡി അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ആണ് ഈ ഒരു ക്ലാസ് തരാൻ പോകുന്നത്. ആൻഡ് ഓൾസോ 6 കോമ്പണൻസ് ആൻഡ് 6 പാർട്സ് ഓഫ് ട്രാജഡി ഓൾസോ ഐ എം ഗിവിംഗ് യു. അപ്പോൾ ഒരു എസ്സേ നിങ്ങൾ ട്രാജഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ വരികയാണെങ്കിൽ, അരിസ്റ്റോട്ടിലെ പോയറ്റിക്സ് റിലേറ്റഡ് എസ്സേ വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് പോകേണ്ടത്. ഫസ്റ്റ് യു ഹാവ് ടു ഗിവ് ദി ഇൻട്രൊഡക്ഷൻ, then go to the different body paragraphs, and last one give one conclusion. So this is the structure of the essay. അപ്പോൾ എസ്സേക്കുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ രണ്ട് വീഡിയോസിലൂടെ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേച്ചർ ഓഫ് ട്രാജഡി പറയുകയാണെങ്കിൽ അരിസ്റ്റോട്ടിൽ ഡിഫൈൻസ് വാട്ട് ഇസ് ദ ഡെഫിനേഷൻ ഓഫ് എ ട്രാജഡി, വെരി ഫേമസ് ഡെഫിനേഷൻ ഓഫ് ട്രാജഡി ബൈ അരിസ്റ്റോട്ടിൽ. അത് നിങ്ങൾ അങ്ങോട്ട് ബൈ ഹാർട്ട് തന്നെ പഠിക്കുക. അത് കൂടാതെ തന്നെ ആ ഒരു ഡെഫിനേഷനിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. Aristotle defines tragedy as an imitation. Already I told you in the last video, the previous video, that this is an art of imitation. Human beings have one tendency towards imitating people and think. അതുകൊണ്ട് tragedy, it's a kind of poetry and this is a imitation. Imitation എന്ന് പറയുമ്പോൾ this is a mimesis. Okay, this is a theory of mimesis also. Imitation of what? Imitation of action. Imitation of action. എങ്ങനെയുള്ള ആക്ഷൻ? സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ സർട്ടൻ മാഗ്നിറ്റ്യൂഡ്. വളരെ സീരിയസ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ ഇമിറ്റേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ദ വൺ പാർട്ട് ഓഫ് ദിസ് ട്രാജഡീസ് ഡെഫിനിഷൻ. ദിസ് ഇമിറ്റേഷൻ ഈസ് carried out through. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇമിറ്റേഷൻ നടത്തും. ഇപ്പൊ ട്രാജഡി എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊരു ഇമിറ്റേഷൻ ആണ്. ഇമിറ്റേഷൻ ഓഫ് എ വെരി നോബിൾ തിങ്, വെരി സീരിയസ് ആൻഡ് കംപ്ലീറ്റ് തിങ്. ആൻഡ് ദിസ് ഇമിറ്റേഷൻ ഈസ് ക്യാരിഡ് ഔട്ട്. അത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ആക്ഷനിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ത്രൂ ആക്ഷൻ, നോട്ട് നെറേഷൻ. ഇപ്പോൾ എപ്പിക്കിൽ പറഞ്ഞ നെറേഷനിലൂടെയാണ്. അങ്ങനെ നെറേഷനിലൂടെയല്ല, ആക്ഷനിലൂടെയാണ് ഇത് ക്യാരി ചെയ്യുന്നത്. ദിസ് ഇമിറ്റേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ആക്ഷൻ, നോട്ട് നറേഷൻ, ആൻഡ് എയിംസ് ടു അറൗസ്. എന്താണ് ഇങ്ങനെ ഈ ഒരു ട്രാജഡിയുടെ ലക്ഷ്യം? ഇങ്ങനെ ഒരു ഇമിറ്റേഷൻ നമ്മൾ ഇമിറ്റേഷൻ നടത്തിയിട്ട് അതൊരു ആക്ഷനിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ക്യാരി ചെയ്യുമ്പോൾ, വാട്ട് ഈസ് ദ എയിം ഓഫ് ദിസ്? ദ എയിം ഈസ് ടു അറൗസ് ഇമോഷൻസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ. ട്രാജഡി അല്ലെ, ദുരന്ത നാടകങ്ങളാണ് എഴുതുന്നത്. അവിടെ നമുക്ക് എന്ത് ഇമോഷൻസാണ് വരുന്നത്? ഫിയർ, പിറ്റി, അല്ലെ? ഈ ഒരു ഇമോഷൻസ് ആണ്. അപ്പൊ അത് അറൗസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. arouse emotions of pity and fear, and that is called catharsis. ഇപ്പൊ ആ ഒരു ടേം ആണ് catharsis എന്ന് പറഞ്ഞാൽ. that arousing pity and fear is called catharsis, a purging or purgation of these emotions. Aristotle emphasize on catharsis. ഇപ്പൊ അരിസ്റ്റോട്ടിൽ എപ്പോഴും emphasize ചെയ്യുന്നത് catharsis ആണ്, and highlights what the psychological and emotional effects of drama on the audience. ഇപ്പൊ ഒരു ഓഡിയൻസ് പ്രേക്ഷകർക്ക് കാണുന്ന സമയത്ത് അവിടെ സൈക്കോളജിക്കലും ഇമോഷണലും ആയിട്ടുള്ള ഇഫക്റ്റ് എത്രത്തോളം കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പൊ ഡ്രാമ പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ആക്ഷൻസ് കണ്ട്, പെർഫോമൻസ് കണ്ട് എന്ത് അറൗസ് ചെയ്യണം? ഇമോഷൻസ് അറൗസ് ചെയ്യണം, പിറ്റി ആൻഡ് ഫിയർ കൊണ്ടുവരാൻ സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് നമ്മൾ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പൊ ട്രാജഡി, according to Aristotle, it is an imitation of action. Which type of action? Very serious, complete and of certain magnitude. And this action എങ്ങനെ carry ചെയ്യുന്നത്? And that is, this imitation is carrying through the actions, like not a narration. And for what is the aim? Arousing pity and fear. That is catharsis. So this is a definition of a tragedy. Yes, tragedy is imitation of a very admirable action ആണെന്ന് പറഞ്ഞു. And this tragedy, it has unity and magnitude. എപ്പോഴും ട്രാജഡിക്ക് എന്ത് വേണം? യൂണിറ്റി ആണ്. യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതിൽ 3 യൂണിറ്റീസ് പറയുന്നുണ്ട്. അപ്പൊ യൂണിറ്റി ഉണ്ടായിരിക്കണം, മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആൻഡ് ട്രാജഡി is written in language that has rhythm and melody. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, ഒരു പോയിറ്റ് യൂസ് ചെയ്യുന്നത് അത് റിതം, ലാംഗ്വേജ്, അതുപോലെ മെലഡി, ഈ പറഞ്ഞിട്ടുള്ള മീഡിയം വെച്ചിട്ടാണ് ട്രാജഡി എഴുതുന്നത്. അല്ലെ, ലാംഗ്വേജ് എങ്ങനെയുള്ള ലാംഗ്വേജ് ആയിരിക്കണം? ഇറ്റ് ഷുഡ് ഹാസ് റിതം ആൻഡ് മെലഡി, ആൻഡ് ദാറ്റ് ഷുഡ് ബി സൂട്ടബിൾ ടു ദ ക്യാരക്ടേഴ്സ് ആൻഡ് ദ സിറ്റുവേഷൻ. സോ ദാറ്റ് ഇസ് ദ ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ട്രാജഡി. ആൻഡ് വാട്ട് ഇസ് ദ നെക്സ്റ്റ് വൺ? ആക്ഷൻ ആണ്. എങ്ങനെയാണ് ആക്ഷൻ വരുന്നത്? പെർഫോംഡ് ബൈ ആക്ടേഴ്സ്, നോട്ട് ബൈ നറേഷൻ.
ഒരു സ്റ്റേജിലെ പെർഫോമൻസിലൂടെയാണ് ആ ഒരു ഇമിറ്റേഷനെ കാണിക്കുന്നത്. ഇപ്പോൾ ദാറ്റ് ഈസ് പെർഫോംഡ് ബൈ ആക്ടേഴ്സ് ആൻഡ് ഇറ്റ് പ്യൂരിഫൈസ് വാട്ട്, അങ്ങനെ ആക്ഷൻസ് അവിടെ നടക്കുന്ന സമയത്ത് ദാറ്റ് വിൽ പ്യൂരിഫൈ ആൻഡ് അറൗസസ് ദ ഇമോഷൻസ് ഓഫ് ദി ഓഡിയൻസ് ആൻഡ് വാട്ട് പ്യൂരിഫൈസ് ദ ഓഡിയൻസ് ബൈ പ്രൊഡ്യൂസിങ് ഇൻ ദ ഇമോഷൻസ് ഓഫ് ഫിയർ, പിറ്റി അല്ലെ. നമ്മളിങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഭയങ്കരമായിട്ട് ആകാംക്ഷ വരും അല്ലെ. നമ്മൾ ഡ്രാമ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മൂവി കാണുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ അത് ഒരു കഥാസിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് എന്ത് പറയുന്നത് ഈ ഒരു ട്രാജഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഇതാണ് ആ ഒരു ഡെഫിനിഷൻ. നമ്മൾ ആദ്യം ഡെഫിനിഷൻ നോക്കി, ആ ഡെഫിനിഷൻ ഓരോ കോമ്പണൻസ് ആക്കി വെച്ചിട്ട് ഓരോ ഫ്രേസിലും എന്താണ് സെന്റൻസിലും പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. Now next one is tragedy has 6 components. Total 6 parts ആണ് ട്രാജഡിക്കുള്ളത്. Which are the 6 parts of tragedy? First one is plot, other one is character, third one is thoughts, and fourth one diction, fifth one lyric poetry, and fifth one spectacle. These are the 6 parts and 6 components of tragedy. ഈ ഒരു കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ട്രാജഡിയെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നതാണ്. ഇപ്പൊ പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, all these are the 6 parts and components of tragedy that determine the quality of a one tragedy. ഇപ്പൊ ഒരു ട്രാജഡിയുടെ ക്വാളിറ്റി അത് ഗുഡ് ആണോ, ഏറ്റവും സ്റ്റാൻഡേർഡ് ആണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് ഈ ഒരു 6 പാർട്സ് വെച്ചിട്ടാണ്. ഫസ്റ്റ് പാർട്ട് പ്ലോട്ട് ആണ്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോറിയാണ്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സ്റ്റോറിയാണ്? ആ ഒരു ക്രൊണോളജിക്കൽ സിസ്റ്റമാറ്റിക് ഓർഡർ ഓഫ് ഓരോ സംഭവങ്ങളെ അത് എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്, അപ്പൊ അതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ട്രാജഡി. ആൻഡ് ഇഫക്റ്റീവ് പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. ഒരു പ്ലോട്ടിന് എന്തുണ്ടായിരിക്കണം? ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ദിസ് പ്ലോട്ട് ഈസ് ബിൽഡിംഗ് അറൌണ്ട് വാട്ട് ദ സെൻട്രൽ ആക്ഷൻ. ആൻഡ് എങ്ങനെയുള്ള ആക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു? വളരെ നോബിൾ ആയിട്ടുള്ള, അഡ്മിറബിൾ ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ ആണ് എന്നുകൂടി. അപ്പൊ പ്ലോട്ടില് നമുക്ക് 2 കീ എലമെന്റ്സ് പറയുന്നുണ്ട്. ഒരു വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പ്ലോട്ടിന് എപ്പോഴും 2 എലമെന്റ്സ് ആണ് വരുന്നത്. വൺ ഈസ് പെരിപെറ്റിയ, അതർ വൺ ഈസ് അനഗ്നോറിസിസ്. സോ വാട്ട് ഈസ് പെരിപെറ്റിയ? പെരിപെറ്റിയ refers to reversal of fortune, where the protagonist experiences a significant change in circumstances then from good to bad. ഒരു റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ ആണ്. പെട്ടെന്ന് തന്നെ എന്താ ചെയ്യുക, കാര്യങ്ങളൊക്കെ മാറി മറിയുന്ന ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയും അല്ലെ. അത് ഗുഡിൽ നിന്നും ബാഡിലേക്ക് പോകും. വളരെ ഇപ്പം മൂവിയൊക്കെ കാണുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ നല്ല കൂളായിട്ട് കാമായിട്ട് പോകും. പെട്ടെന്നായിരിക്കും ഹീറോനും ഒക്കെ എന്ത് സംഭവിക്കുക, പ്രശ്നങ്ങൾ വരുന്നു, ടേണിംഗ് പോയിന്റ്സ് വരുന്നു. അപ്പൊ അതാണ് എന്ത് പെരിപെറ്റിയ, റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ. ആൻഡ് അനഗ്നോറിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇൻവോൾവ്സ് എ മൊമെന്റ് ഓഫ് recognition or discovery, where the protagonist gains crucial insights or realizes the true nature of the situation. ആ ഒരു റിയൽ സെൻട്രൽ ക്യാരക്ടറിന് മനസ്സിലാവാണ് എന്ത് ഈ സിറ്റുവേഷനെ കുറിച്ച് റിയലൈസ് ചെയ്യുന്ന ഒരു മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് അനഗ്നോറിസിസ് എന്ന് പറയും. ഇപ്പൊ ഓരോ കഥയിലും എന്തുണ്ടാവും, ഹീറോ എന്തെങ്കിലും സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ദീസ് ആർ ദ 2 ഇമ്പോർട്ടൻറ്റ് കീ എലമെന്റ്സ് ഓഫ് പ്ലോട്ട്. വൺ ഈസ് പെരിപെറ്റിയ, അതർ വൺ ഈസ് അനഗ്നോറിസിസ്. ആൻഡ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ട്രാജഡി. ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ടിന് എന്തുണ്ടായിരിക്കണം? ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. That is the first component of tragedy. Second one is the character. But character എന്ന് പറഞ്ഞാൽ it's very essential of what this tragedy. ഇവിടെ tragic hero എന്ന് പറഞ്ഞാൽ possess ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഹമാഷ്യ. ഹമാഷ്യ എന്ന് പറഞ്ഞാൽ tragic flow or ഹമാഷ്യ. ഈ ട്രാജിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹീറോയുടെ ഡൗൺഫോൾ. കാരണം ഒരു ട്രാജഡി ആകുമ്പോൾ, ദുരന്ത നാടകമാകുമ്പോൾ അവിടെ ഹീറോന്റെ ഒരു ഫോള് വരുന്നുണ്ട്. എല്ലാവരും മരണപ്പെടുന്ന സിറ്റുവേഷനിലേക്കൊക്കെ നമ്മളത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാരക്ടർ അവിടെയുള്ള മെയിൻ ഹീറോ, ട്രാജിക് ഹീറോ എന്തായാലും എന്ത് പൊസസ് ചെയ്തിരിക്കണം? ട്രാജിക് ഫ്ലോ ഓർ ഹമാഷ്യ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഡൗൺഫോൾ ആണ് അത് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് സെൻട്രൽ ടു പ്ലോട്ട് ദാറ്റ് സെർവ്സ് ടു എലിസിറ്റ് പിറ്റി ആൻഡ് ഫിയർ. അപ്പൊ ഓഡിയൻസിന് ഒരു വിഷമം വരിക, അവർക്ക് ഉള്ളിലൊരു ഫിയർ ആൻഡ് പിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നത് ഈ ഒരു ഹമാശയിലൂടെയാണ്. ആൻഡ് തേർഡ് പാർട്ട് ഈസ് തോട്ട് എന്നുള്ളതാണ്. അപ്പൊ തോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ തിമാറ്റിക് കോണ്ടന്റ്. അത് തീംസ് ആൻഡ് മെസ്സേജസ്, ഐഡിയാസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് തോട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇന്റലക്ച്വൽ ആൻഡ് മോറൽ ഡയമെൻഷൻസ് ഓഫ് ദി പ്ലേ. ഈ ഒരു ഐഡിയ ഇപ്പൊ ഒരു ഡ്രാമയിൽ, ഒരു ട്രാജഡിയില് അതിന്റെ ഐഡിയാസും മെസ്സേജസും ഒക്കെ കൺവേ ചെയ്യുന്നത് ഡയലോഗിലൂടെയും ആക്ഷൻസിലൂടെ. ഇപ്പൊ ക്യാരക്ടേഴ്സിന്റെ ആക്ഷൻസ്, അതുപോലെ ഡയലോഗ്, അതിലൂടെയാണ് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നത്. ഇപ്പൊ ദാറ്റ് ഈസ്
thought, okay. And next component, next part of tragedy is diction. Diction means choice of language, okay. Playwright in the language in the choice in the partner that should be appropriate to the character's social status and emotional state and what situation. ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയലോഗ് ആയിരിക്കണം. അപ്പോൾ വളരെ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ അവരുടെ ഡയലോഗ് അത്രയും ബോൾഡ് ആയിട്ടുള്ളതായിരിക്കണം എന്ന് പറയുന്നത്. വെൽ ക്രാഫ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് കൊണ്ടുവരണം. ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഡയലോഗ്സ് വേണം, അല്ലെങ്കിൽ അതൊരിക്കലും എന്തായി പോവില്ല, ഒരുമിച്ച് പോവില്ല. ഇപ്പൊ ഡിക്ഷൻ ഇസ് എ ചോയ്സ് ഓഫ് ലാംഗ്വേജ്. നെക്സ്റ്റ് പാർട്ട് ഓഫ് ട്രാജഡി സോങ്, അല്ലെ. സോങ് അത് നമ്മൾ പറഞ്ഞു ലിറിക് ആണെന്ന് പറഞ്ഞു. മ്യൂസിക്കൽ എലമെന്റ്സ്, ഇപ്പൊ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ദിസ് ഇസ് നോട്ട് എ സെൻട്രൽ പാർട്ട് ഓഫ് ട്രാജഡി. മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും അത് നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരു റിതമിക് ആൻഡ് ഒരു ഈസ്തറ്റിക് പ്ലഷർ ഒരു ഓഡിയൻസിന് അത് കൊടുക്കും എന്നുള്ളതാണ്. അതിൽ നമുക്ക് പെർഫോമൻസ് ചെയ്യുമ്പോൾ മ്യൂസിക്കൽ എലമെന്റ്സ്, ഇപ്പൊ കോറസിന്റെ ഒരു എന്താ പറയുക കോറൽ ഓട്സും അതുപോലെ മ്യൂസിക് പെർഫോമൻസും വരുമ്പോൾ അതിനൊരു ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നത് സോങ് ഈസ് നോട്ട് ആസ് സെൻട്രൽ ആസ് പ്ലോട്ട് ആസ്, ഇപ്പൊ പ്ലോട്ടും ക്യാരക്ടറും പോലെ അത്ര സെൻട്രൽ ആയിട്ടില്ല എങ്കിൽ പോലും ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ഓവറോൾ ഇമ്പാക്ട് ഓഫ് ദ ട്രാജഡി. ട്രാജഡിക്ക് ഒരു ഇമ്പാക്ട് കൊടുക്കാൻ എന്തിന് സാധിക്കുന്നുണ്ട്, സോങ്ങിന് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ, ഒരു ഇമോഷണൽ ഇഫക്റ്റ് ഓഡിയൻസിന് കൊണ്ടുവരാനും സാധിക്കും. നമ്മൾ മൂവി എല്ലാം കാണുന്ന സമയത്ത് അറിയാലോ, മ്യൂസിക് ഒരുപാട് നമ്മളുടെ ഇമോഷൻസിനെ അറൗസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സ്പെക്ടക്കിൾ. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ട്രാജഡി സ്പെക്ടക്കിൾ. Spectacle includes the visual elements of production such as costume, scenery and staging. This is something related to spectacle. By Aristotle, although Aristotle acknowledges its role, he places less importance. ഇപ്പൊ സ്പെക്ടക്കിളിന് ലെസ് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ കോസ്റ്റ്യൂം, സീനറി, സ്റ്റേജിംഗ് ഒക്കെയാണ് പറയുന്നത്. But these are the 6 parts of tragedy. But now we discussed what is the definition of tragedy according to Aristotle. Then which are the 6 parts of tragedy? 6 parts ഏതൊക്കെയാണ്? പ്ലോട്ട്, അതിലാണ് പെരിപെറ്റിയ, and നോറസിസ് പറയുന്നത് ക്യാരക്ടർ, ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ട്രാജിക് ഫ്ലോ ആൻഡ് ഹമാഷ്യ, ആൻഡ് തോട്ട്, ഡിക്ഷൻ, മ്യൂസിക്, ലിറിക് പോയട്രി ആൻഡ് സ്പെക്ടക്കിൾ. അപ്പോൾ ദിസ് ഇസ് അബൌട്ട് ദ ട്രാജഡി. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് ഒരു എസ്സേ എഴുതാനുള്ള വകയിലുള്ള സംഭവം ഞാൻ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഈ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എലാബറേറ്റ് ചെയ്യാണ് നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഇൻട്രൊഡക്ഷനും ബോഡി പാരഗ്രാഫ്സും കൺക്ലൂഷനും കൊടുത്തിട്ട് ഭംഗിയായിട്ട് എസ്സേ എഴുതാം. ഓക്കെ, താങ്ക് യു.